അങ്ങനെ ഹീറോയിനോട് മോശമായി പെരുമാറാൻ വന്ന ഇയാൾക്ക് അവൾ നല്ലത് കൊടുക്കുന്നു. എന്നാൽ അയാളാണെങ്കിൽ വീണ്ടും ഇവളെ ഉപദ്രവിക്കാനായിട്ട് വരുമ്പോൾ കറക്റ്റ് അങ്ങോട്ടേക്ക് അസിസ്റ്റന്റ് വരുന്നു. എന്നിട്ട് ഇവളെ മാഡം എന്ന് വിളിക്കുന്നത് കണ്ട് ഇയാള് ഷോക്ക് ആവുന്നു. ഉടനെ തന്നെ ഹീറോയിൻ അയാളുടെ അടുത്ത് വന്ന് ഇത്രയും നാളും നിങ്ങളുടെ മുന്നിലുണ്ടായിരുന്നത് എന്റെ സിസ്റ്റർ ആണ്, അവളെ നിങ്ങളെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്തതെന്ന് എനിക്കിപ്പോ മനസ്സിലായി, അതുകൊണ്ട് തന്നെ ഒരെണ്ണത്തിരി ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് ഇയാളെ പിടിച്ച് പോലീസ് ഏൽപ്പിക്കാനായിട്ട് അവൾ പറയുന്നു. എന്നാൽ അപ്പോഴേക്കും ഇവൻ അങ്ങോട്ടേക്ക് വരുന്നു. അതുകൊണ്ട് തന്നെ അസിസ്റ്റന്റ് ഇയാളുടെ വായിൽ തുണി തിരികെ കയറ്റി വെക്കുന്നു. എന്താ ഇവിടെ പ്രശ്നമെന്ന് ഇവ വന്ന് ചോദിക്കുമ്പോൾ അസിസ്റ്റന്റ് ഞാൻ വരുമ്പോൾ ഇയാൾ നിങ്ങളുടെ വൈഫിനോട് അപമര്യാദയായി പെരുമാറിക്കൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ടാണ് എങ്ങനെ ചെയ്തതെന്ന് പറയുന്നു. അപ്പോൾ അവനും നിന്നെ ഞാൻ എന്റെ സഹോദരനായിട്ടല്ലേ കണ്ടത്, എങ്ങനെയാണോ നീ എന്നോട് ചെയ്യുന്നത് എന്ന് ചോദിച്ച് ഇനി മുതൽ നിനക്ക് ഇവിടെ ജോലിയില്ല എന്ന് പറയുന്നു. അപ്പോൾ അയാളാണെങ്കിൽ ഹീറോയിനെ കുറിച്ച് പറയാൻ വരുന്നുണ്ടെങ്കിലും വായിൽ തുണി ഇരിക്കുന്നത് കൊണ്ട് തന്നെ ഒന്നും പറയാൻ സാധിക്കുന്നില്ല. അങ്ങനെ അയാളെ ഇവിടെ നിന്ന് കൊണ്ടുപോയതിനു ശേഷം അസിസ്റ്റന്റ് ഇവനോട് നിങ്ങളുടെ വൈഫിന് ഇവിടുത്തെ മാനേജർ ആവാനുള്ള യോഗ്യത ഉണ്ടല്ലോ, പിന്നെ എന്തിനാ നിങ്ങളുടെ പിറകെ നടക്കുന്ന ആ ഒരു പെണ്ണിന് ആ പോസ്റ്റ് കൊടുത്തേക്കുന്നത് എന്ന് ചോദിക്കുന്നു. അപ്പോൾ ഇവനും ഞാൻ എത്രയും പെട്ടെന്ന് തന്നെ ആ ഒരു പോസ്റ്റ് ഇവൾക്ക് കൊടുക്കാമെന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഹീറോയിൻ ഇവളെ പുറത്താക്കി അവിടെ മാനേജറായിട്ട് ജോലിക്ക് കയറുന്നു.